ശ്രീവിനു ആദ്യമേ തന്നെ പറയട്ടെ, തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം സാധാരണഗതിയിൽ വിശ്വാസപരമായി നിൽക്കേണ്ടുന്ന ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പിന് കൂട്ടുനിൽക്കില്ല എന്ന് വിശ്വസിക്കാനാണ് ഭക്തരായിട്ടുള്ള ആൾക്കാരുടെ താല്പര്യം. അപ്പോൾ തട്ടിപ്പിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെങ്കിലോ ഗൂഢാലോചനയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടെങ്കിലോ അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽ ബെനിഫിറ്റ് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിലോ അദ്ദേഹത്തിന് അതിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഏതൊരു ഭക്തനുമുള്ളത്. എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ്. പക്ഷേ അല്പം മുമ്പ് ശ്രീ സുഭാഷ് ബാബു പറഞ്ഞതുപോലെ ഈ അറസ്റ്റ് റിപ്പോർട്ടിലെ കാരണം അത് തന്ത്രിയിലേക്ക് ഈ കേസിനെ ചുരുക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ എന്നുള്ള ഒരു സംശയം എനിക്കുമുണ്ട്. അത് പറയുന്നതിന് കാരണം നമ്മൾ എത്ര വ്യാഖ്യാനിച്ചാലും എത്ര വിശദീകരിച്ചാലും അതിലെ കാരണം ദുർബലമാണ് എന്നുള്ളതാണ്. കാരണം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന, ഇപ്പോൾ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പവേഴ്സ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വവും ദേവസ്വം പ്രോപ്പർട്ടിയിലെ ഭഗവാന്റെ പ്രോപ്പർട്ടിയിൽ ഭഗവാന്റേതായിട്ടുള്ള തിരുവാഭരണത്തിലെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. അതിന്റെ ക്രയവിക്രയമാണെങ്കിലും അതിന്റെ ട്രാൻസാക്ഷൻസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളുടെയും കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. അത് പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. തന്ത്രിക്ക് അതിൽ വളരെ ലിമിറ്റഡ് ലൈബിലിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ ആചാരങ്ങളിൽ തന്ത്രിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് സാക്രോസാങ്ക്ട് ആണ് എന്നുള്ളത് മാനുവൽ അനുസരിച്ചുകൊണ്ട്, അതേപോലെ തന്നെ സുപ്രീം കോടതിയുടെ തന്നെ വിധിയുമുണ്ട്. നമ്മൾ ഇതിനെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ പറയുന്ന ഈ അറസ്റ്റിന്റെ കാരണത്തിൽ പറയുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് എനിക്കുള്ളത്. കാരണം ദേവസ്വം ബോർഡിൻ്റേത് മാത്രമായിട്ടുള്ള കുറേ അവകാശങ്ങളെ തന്ത്രിയുടെ പേരിലേക്ക് ആരോപിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ തീരുമാനമെടുത്തിരിക്കുന്നത്, അതായത് ഈ പാളികളൊക്കെ തന്നെ ചെമ്പാണ് എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. അതാണല്ലോ ഈ കൊള്ളയുടെ ബേസ് എന്ന് പറയുന്ന കാര്യം. ആ തീരുമാനം എടുത്തിരിക്കുന്ന ആരൊക്കെയാണ്? ഭരണസമിതിയാണ്. ആ ഭരണസമിതിയിൽ ആരൊക്കെയാണ് ഉള്ളത്? പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാറുണ്ട്, മറ്റൊരു അംഗമായിട്ടുള്ള വിജയകുമാറുണ്ട്, മൂന്നാമത്തെ ഒരു അംഗമായിട്ടുള്ള ശങ്കർദാസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഈ രണ്ടാൾക്കാർ അറസ്റ്റിലായിട്ടും ശങ്കർദാസ് ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ശബരിമലയിലെ ഭഗവാന്റെ ഉരുപ്പടികൾ എന്തൊക്കെയാണോ അതിനെ കൃത്യമായി അതിന്റെ ട്രാൻസാക്ഷൻ ഉത്തരവാദിത്തമുള്ള, നിയമപരമായി അതിനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള, എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി, കൂട്ടുത്തരവാദിത്തമുള്ള, സുപ്രീം കോടതി പോലും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. മറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉത്തരവാദിത്തം, തന്ത്രിയുടെ പേരിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരവാദിത്തം എന്താണെന്ന് നോക്കുക. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞതുപോലെ അനുജ്ഞ കൊടുക്കുക എന്നാണ്. അനുജ്ഞ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാരപരമായിട്ടുള്ള പ്രൊസീജിയറലായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു പർപ്പസ് ചെയ്യുന്ന കാര്യമല്ല. ഇപ്പോൾ അനുജ്ഞ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അറ്റകുറ്റപ്പണി ആവശ്യമാണ് എന്ന് തന്ത്രിക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. അല്ല തട്ടിപ്പ് നടത്തിക്കോളൂ എന്നുള്ള ഒരു എക്സ്പ്ലിസിറ്റ് അപ്രൂവൽ അല്ല. ഇത് ശരിയാക്കി കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഇത് ഇളക്കി എടുത്തിട്ട് പോറ്റിക്ക് കൊടുക്കണമെന്നോ അതിൽ സ്വർണം പൂശണമെന്നോ അതിൽ നിന്ന് തട്ടിയെടുക്കണമെന്നോ ഒന്നുമല്ല. ഇപ്പൊ പറയുന്നത് എന്താണ്? അനുജ്ഞ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റം. ലളിതമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കാം. അനുജ്ഞ അദ്ദേഹം കൊടുത്തിരുന്നെങ്കിലോ ഇതേ കാരണത്താൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അനുജ്ഞ കൊടുത്താലും തന്ത്രിയെ ഇതേ കാരണത്താൽ അറസ്റ്റ് ചെയ്യാം. അന്നേരം എന്ത് പറയാം? ഇത് ഈ കൊണ്ടുവന്നിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതെല്ലാം കൂടെ ഇളക്കിയെടുത്ത് കൊടുത്ത് ദേവസ്വത്തിന്റെ ആൾക്കാരുമായിട്ട് ചേർന്നിട്ട് ഇതിനു വേണ്ടുന്ന അനുജ്ഞ തന്ത്രി അങ്ങ് കൊടുത്തു എന്ന് പറയാം. എന്ന് വെച്ചാൽ അനുജ്ഞ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള മതിയായിട്ടുള്ള കാരണമായിട്ട് ഇതിനെ ഉപയോഗിക്കാം. ഇരുതലയുള്ള വാളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ശ്രീ സുഭാഷ് ബാബു പറഞ്ഞതുപോലെ തന്ത്രിയിലേക്ക് അതിനെ ലിമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്ക് വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇവിടുത്തെ പാളികൾ പണിക്ക് കൊടുത്തു. ആ പണിക്ക് കൊടുത്തിരിക്കുന്ന എന്നോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യേണ്ടതിന് അദ്ദേഹം ഡ്യൂട്ടി ബൗണ്ട് ആണ് എന്ന രീതിയിലാണ് പറയുന്നത്. കാരണം ഇതിനെ ആചാരലംഘനം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനോട് അനുമതി വാങ്ങിയില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം അത് ബോർഡിനോട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അനുജ്ഞ വാങ്ങുക എന്ന് പറഞ്ഞത് തന്ത്രി ഒരു പേപ്പറിൽ അനുജ്ഞ എഴുതിയും കൊടുക്കുകയല്ല. തന്ത്രിയോട് അനുജ്ഞ ചോദിക്കും. ആ ചോദിക്കുന്നത് ആരാണ്? ദേവസ്വം ബോർഡാണ്. എന്ന് വെച്ചാൽ തന്ത്രിയോട് നിങ്ങൾ അനുവാദം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൊടുക്കുമ്പോൾ ആ കത്തിന് മറുപടിയായിട്ടാണ് തന്ത്രി അനുജ്ഞ എഴുതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ തന്ത്രിയെ ഇൻഫോം ചെയ്യണം. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം തുടങ്ങുന്നത് എവിടുന്നാണ്? ഇതിന്റെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള, ഈ മെയിൻ്റനൻസ് ആക്ടിവിറ്റിയുടെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള ദേവസ്വം ബോർഡിൽ നിന്നാണ്.